ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ബൈറ്റ്സ്. വളരെ നാളായി ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാബേജും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റമാണ്. അതപ്പോൾ നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് വെളിയിൽ വെച്ചിട്ടാണ്. ഇതിന്ന് ഡെസേർട്ടിലാണ് നമ്മൾ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ക്യാബേജ് എടുക്കണം. ക്യാബേജ് ഒന്ന് നല്ലതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഞങ്ങൾ ഒരു ഏകദേശം 4 കഴിഞ്ഞിട്ടൊക്കെയാണ് പോയത്. എന്നാലും നല്ല ചൂടുള്ള സമയമായിരുന്നു. എന്തായാലും പെട്ടെന്ന് അരിഞ്ഞെടുക്കാനൊക്കെ പറ്റി. അങ്ങനെ ഞാനൊരു ക്യാബേജ് ഫുൾ എടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് അത് നല്ലതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിന് വേണ്ടി നമുക്ക് ക്യാരറ്റാണ്. അതെന്താ നല്ലതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 3 ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ ആ ഉരുളിക്കകത്തിട്ട്. അടുത്തായിട്ട് നമുക്ക് സവാളയാണ് വേണ്ടത്. അതും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഞാനും സവാള ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പം നമുക്ക് അടുപ്പ് കത്തിക്കാനായിട്ട് ഞാൻ ഇവിടുന്ന് കുറച്ച് വിറവ് മാത്രമേ കൊണ്ടുപോയുള്ളായിരുന്നു. ബാക്കിയുള്ളത് ഞാൻ അവിടുന്ന് പെറുക്കി എടുക്കുമായിരുന്നു. അവിടെ കുറേ വിറകൊക്കെ ഉണ്ടായിരുന്നു. ചൂട് സമയമുണ്ട്, ഇഷ്ടംപോലെ വിറകുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് പറക്കിയെല്ലാം എടുത്ത് അടുപ്പ് കത്തിക്കാനായിട്ട് പോവാണ്. അടുപ്പൊക്കെ കത്തിച്ച് ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞപ്പോഴത്തേന് ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞപ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ്, ക്യാരറ്റ്, സവാള ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. സെപ്പറേറ്റ് ഇട്ട് കൊടുക്കേണ്ട, ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി കൊടുക്കാം. ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞപ്പൊടി, ഇതിപ്പോൾ നല്ലതായിട്ട് വഴന്നു വന്നത് ഈ പാത്രത്തിലാണ്. അടുത്തായിട്ട് നമുക്കിത് സ്റ്റീം ചെയ്യുകയാണ് ചെയ്യേണ്ടത് പാത്രത്തിനകത്ത് വെച്ചിട്ട്. അപ്പം അതിനായിട്ട് നമ്മൾ ഒരു വലിയൊരു ചരുവത്തിനകത്ത് കുറേ മണൽ ഇടണമായിരുന്നു. എന്തായാലും ഡെസേർട്ട് ആയതുകൊണ്ട് മണലിനൊന്നും ക്ഷാമം വന്നില്ല. നമുക്ക് ഇഷ്ടം പോലെ അതിനകത്ത് പറ്റും. അപ്പം അത് ഒരു ഹാഫ് പോർഷൻ നമ്മൾ അതിനകത്ത് മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാബേജിനകത്തോട്ട് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇതിനകത്ത് ഏകദേശം ഒരു 30 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് മുട്ടയും ക്യാബേജും എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ആക്കി എടുക്കണം. എന്നാലും നേരത്തെ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഇപ്പം
ഇടേണ്ട ആവശ്യമില്ല, നല്ല ഉപ്പുണ്ട്, ആവശ്യത്തിനുള്ള ഇതുണ്ട്. അതുകൊണ്ട് പിന്നെ രണ്ടാമത് ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് അത് ചരുവത്തിനകത്തോട്ട് ഇത് ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചീസ് സ്ലൈസ് ചെയ്തിടാം. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. നമ്മുടെ സംഭവം ഓൾമോസ്റ്റ് ഇതായി. സ്റ്റീം കയറ്റിയാൽ മതി. അതിനായിട്ട് അടച്ചു വെച്ച് കൊടുത്തു. അങ്ങനെ സംഭവം സെറ്റായി വന്നപ്പോഴത്തേനും നേരം സന്ധ്യയായിപ്പോയി. അപ്പം ലൈറ്റൊക്കെ പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ അത് റെഡി ആയത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ മുറിച്ചെടുത്തത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സംഭവം സെറ്റായി വന്നിട്ടുണ്ട്. ഇതപ്പോൾ ഞാൻ കുറച്ച് ചോറും അതുപോലെ തന്നെ ഞാൻ കുറച്ച് ബീഫ് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത്. ഇതാ അടിപൊളിയായിട്ടില്ല, നല്ല ടേസ്റ്റുണ്ട്. ക്യാബേജിൻ്റെയൊക്കെ നല്ല ടേസ്റ്റുണ്ട്. വേറെ കറിയൊന്നും വേണ്ട കേട്ടോ. ഇത് നല്ല ബീഫ് കറിയും കൂടെ കൂട്ടിയിട്ട് സൂപ്പർ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.